പകൽഹാമിൽ നടന്ന ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ഭീകര ആക്രമണം സംഘപരിവാറുകാരെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈനിക വ്യൂഹത്തിന്റെ സുരക്ഷാ സേനയുടെ പരാജയമോ വീഴ്ചയോ അല്ല. പിന്നെയോ സംഘപരിവാറുകാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിനെതിരിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിച്ചാൽ, നിരീക്ഷിച്ചാൽ അത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. വാസ്തവത്തിൽ അവിടെ നടന്ന ആക്രമ സംഭവത്തെ നാം കൃത്യമായി പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ആഴങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഇന്ന് ഭീകര ആക്രമണം, വെറുപ്പിന്റെ പ്രയോക്താക്കൾ ഇന്ന് അതൊക്കെയും ഇസ്ലാമിനെതിരെയുള്ള ഒരു ആയുധം എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ തീവ്രവാദികളാണ്, മുസ്ലിമീങ്ങൾ കൊലപാതകികളാണ്, അവർ അക്രമകാരികളാണ് എന്ന നിലക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള ആക്രമണത്തെ പോലും അവർ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ സുരക്ഷാ സേനയുടെയും അതിന് നേതൃത്വം വഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും വീഴ്ചയുടെ പഴുതിലാണ് ഈ ആക്രമണം സംഭവിച്ചിട്ടുള്ളത്. സൈനിക സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കും ഇന്റലിജൻസ് പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മയിലേക്കുമാണ് ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത് എന്നല്ല, രാജ്യത്തിന്റെ ജനാധിപത്യവും ബഹുസ്വരതയും മനുഷ്യ സൗഹാർദ്ദവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും പറയാനുള്ളത്, അക്രമകാരികളെ കൃത്യമായ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം. മാത്രം പോരാ, ഈ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തിരുന്നു കൊണ്ട് രാജ്യത്തിന്റെ പൗരന്മാരെ ഒറ്റുകൊടുത്ത് അക്രമകാരികളുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത ഈ രാജ്യത്തിന്റെ അകത്തലത്തിലുള്ള അക്രമകാരികൾക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത പ്രതികളെയും കൃത്യമായി മുന്നിൽ കൊണ്ടുവരണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇത് പറയാൻ കാരണം 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അതിന്റെ പിന്നിലുള്ളതായ പിൻരഹസ്യങ്ങൾ ഇന്നും തീർത്തും വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ചേർത്തു വായിക്കുമ്പോൾ എന്തോ ചില നിഗൂഢതകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. എന്തു തന്നെയാണെങ്കിലും മാതൃകാപരമായി അവർ ശിക്ഷിക്കപ്പെടണമെന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആവശ്യം.